വെക്കണ്ട. ഇതും കൂടെ അതിനകത്തോട്ട് വെക്കണം. എന്നാ ഇതും കൂടെ വെക്ക്. ആ പപ്പനും ലീലയും എല്ലാം പെറക്കി കെട്ടി പോവാൻ ഇറങ്ങാം. ശല്യം ഒഴിഞ്ഞു. പപ്പനോട് ഒരു അവധിയോടെ പറഞ്ഞു നോക്കാം, ചിലപ്പോ കേൾക്കും. അയാള് കുടുംബത്തോടെ ഇവിടെ പൊറുതി തുടങ്ങുമെന്നാ ഞാൻ വിചാരിച്ചത്. കാണുന്നില്ലല്ലോ. വരുന്നുണ്ട്. ദേഷ്യമൊന്നും പുറത്ത് കാണിക്കരുത്. ഓ അല്ല, നിങ്ങൾ പോവാണോ? എന്താ പപ്പ ഇത്? 1-2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയപ്പോരെ? സത്യം പറഞ്ഞ നിങ്ങളൊക്കെ ഉള്ളപ്പോഴാ ഈ വീട്ടിൽ ഒരാളെനൊക്കെ ഉള്ളത് അല്ലേ? അതെ അതെ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കണ്ണൂർ വരെ പോണം. 8:30-ക്കുള്ള മംഗലാപുരത്തിനാണ് പോണത്. അങ്ങനെയാണല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ തടയുന്നത് ശരിയല്ലല്ലോ. അശോക് സാറേ, കാശിന്റെ കാര്യമല്ലേ? അതിന്റെ ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ കണ്ണൂര് പോകുന്നു, സൗകര്യം പോലെ തിരിച്ചു വരുന്നു, കാശ് വാങ്ങുന്നു. ഓക്കെ മായേ, കുട്ടികളെ 2 പേരെ ഞാനിവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ. ഇവരെ ഒന്ന് നോക്കണേ. ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ. കുട്ടികളെ ഞങ്ങൾക്ക് മറ്റൊരിടത്തും വിട്ടിട്ട് പോകാൻ വിശ്വാസമില്ലാത്തോണ്ടാ. അല്ല, ഇവരെ അമ്മയച്ഛനെയും കാണാതെ നിക്കോ? അതൊന്നും സാരമില്ല. മമ്മിയും പപ്പയും മനസ്സമാധാനത്തോടെ കണ്ണൂർക്ക് പോയിട്ട് വരും. ഇവിടെ ഞങ്ങളുടെ കാര്യങ്ങള് ആന്റി അങ്കിള് നോക്കിക്കോളും, അല്ലേ ആന്റി? അതെ അതെ, നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വരണം. അല്ല, നിങ്ങൾക്ക് ഇവരെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ല, ഞാൻ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയാം. പപ്പ പറഞ്ഞത് നേരാ. കാര്യം മമ്മിയുടെ അച്ഛനൊക്കെ ആണെങ്കിലും ആളൊരു പാറ കേസാ. ഒന്ന് മിണ്ടാരിടി ഇങ്ങോട്ട്. എന്തായാലും അച്ഛനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊരു കൂട്ടുപോകുമല്ലോ അല്ലേ? ആള് കുഴപ്പക്കാരനാണെങ്കിൽ പിന്നെ പറഞ്ഞൊന്നുമില്ല. കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എളുപ്പം ഇറങ്ങിക്കോ. അതെ, കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വരണേ. പിന്നെ മക്കളെ ആന്റി പറയുന്നതിലൊക്കെ തിരിച്ചു വരിക. ഹോംവർക്ക് ആന്റിയോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാ മതി കേട്ടോ. ടാറ്റാ, ബൈ. ഈ സാധനങ്ങൾ തിരിച്ചു വരാതിരിക്കട്ടെ. സാറത് ഇവിടെ? ഞാൻ ഒരു പുള്ളിയെ തപ്പി വന്ന ഇവിടെ. പുള്ളിയാ? ഓഹോ. താൻ മുമ്പിലത്തെക്കാളും എളുപ്പത്തിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 15 പൊറോട്ടയും 2 ബീഫ് കറിയും കഴിച്ചായിരുന്നു. ആഹാരമൊക്കെ ഇത്തിരി കുറച്ച് ശ്രമിക്കാം. മായ ക്ഷേത്രത്തിൽ പോകുന്നത് ഞാൻ കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തത്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. മായ എന്തിനാ വെറുതെ എത്ര ദൂരം നടക്കുന്നത്? ജീപ്പിൽ കയറിക്കോളൂ, ഞാനും വീട്ടിലേക്കാ. എന്തിന്? ഈ മായക്കുട്ടിക്കൊരു ഓർമ്മയില്ല. ആ പലിശക്കാരൻ പപ്പനോടെ 2 വാക്ക് സംസാരിക്കാൻ. അയ്യോ വേണ്ട സർ, അവിടെ പപ്പനും ഭാര്യയും ഇല്ല. 2 ദിവസം കഴിഞ്ഞേ വരൂ. അവര് കണ്ണൂർക്ക് പോയിരിക്കുക. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഞാനും വരുന്നു. എടോ നോക്കിക്കാ, ജീപ്പ് എടുത്ത് പുറകെ. മായേ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ വേഷം മയക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. മായ ആയതുകൊണ്ട് പറയാണ്, മായയാണ് സത്യം. എനിക്ക് വേണമെങ്കിൽ അവന്റെ പേരിൽ ഭവനവേദനത്തിന് കേസെടുക്കായിരുന്നു. പക്ഷേ മായയുടെ ഹസ്ബൻഡ് കേസിനും വഴക്കിനും താല്പര്യമില്ലാത്തതുകൊണ്ടാ. അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സർ. എന്നെ ആ പപ്പന് ഭയങ്കര പേടിയാ. ഞാൻ ഇങ്ങനെ തറപ്പിച്ചൊന്ന് നോക്കിയാ മതി, അവൻ മുള്ളും. എടാ പോലീസുകാരാ, ഒന്ന് വേഗം പാടോ. മായ ഹസ്ബൻഡിനോട് പറയണം ആവശ്യമില്ലാതെ ആരോടും പണം കടം വാങ്ങരുതെന്ന്. ശരി സർ. അതും പലിശക്ക്.
പപ്പന്റെ സംഭവത്തോടെ അശോകേട്ടന് എല്ലാം മനസ്സിലായി സർ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ SI രാജേഷ് ഖന്നെ വിളിച്ച് പറഞ്ഞാ മതി. ആരാ അത്? ഞാൻ തന്നെ. ആ, പലിശക്കാരെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ല ഞാൻ കൊല്ലും. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ സർ. ആ പപ്പനും ഭാര്യയും വരുമ്പോ ഞാൻ വിളിച്ചു പറയാം. അതെ, നിന്ന് തൽക്കാലം പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. എന്റെ ഫോൺ നമ്പർ അറിയാലോ. മൈ ഫോൺ നമ്പർ ഈസ് 100 100. ഇങ്ങടെ ഇറങ്ങടോ. തലയിരിക്കുമ്പോ വാലാടണ്ട. ആ നാശം കൊണ്ടൊരു ബഹളം. ഇവിടെ നിർത്താനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് കൊണ്ടുവാടാ. അവന്റെ ഒരു കൊട്ട്. എന്താ ഇത്? സാറിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ദോശ. ദോശേ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇടിയപ്പം മതിയെന്ന്? ഇടിയെ 2 അപ്പാട്ടി തരാൻ ചുള്ളനെ. ഇതെന്താ റബ്ബർ ഷീറ്റോ? ഞങ്ങക്ക് വേണ്ട. എന്നാ നീ കഴിക്കണ്ടടാ കണ്ണാടി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി തരുന്ന കഴിക്കാനേ വേറെ ആളെ നോക്കണം. ശരി, ഞാൻ വേറെ ആൾക്കാരെ കൊണ്ടുവരാടി. ദേ, വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് പോ. എന്താ ഇവിടെ ഒരു ബഹളം? അശോകേട്ടാ, ഈ പിള്ളേര് ശരിയാവില്ല കേട്ടോ. എന്താ മക്കളെ? അതെ അങ്കിളേ. വേണ്ട വേണ്ട, ഇത് നമ്മൾ ആളുകൾ ചർച്ച ചെയ്യേണ്ട കാര്യമാ. ചേട്ടൻ പറ, അങ്കിള് കേക്കാം. അങ്കിളെ, നേരത്തെ ഒരു മെനു പറഞ്ഞു കൊടുത്തതാ. നിനക്ക് വെച്ചിട്ടുണ്ടോടാ? ആട്ടെ, എന്തൊക്കെയാ മെനു? മൺഡേ പുട്ടും കടലേ, അയ്യാ, ട്യൂസ്ഡേ പാലപ്പോ ചിക്കൻ കറി, വെനസ്ഡേ ഇടിയപ്പോ എഗ് മസാല. അങ്കിള് നോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഉണക്ക ദോശയും സാമ്പാറും. ഒറ്റ കുത്തു വെച്ചെന്നുണ്ടല്ലോ. ഇത് ടോളറേറ്റ് ചെയ്യാനേ പറ്റില്ല. അയ്യാ, ഇന്നൊരു ദിവസത്തേക്ക് ചേട്ടൻ ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഞങ്ങക്ക് പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല. വി വാണ്ട് ഇടിയപ്പം. വി വോണ്ട് എഗ് മസാല, വി വോണ്ട് എഗ് മസാല, വി വോണ്ട് എഗ് മസാല. അനുഭവിച്ചോ? എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ കുട്ടിച്ചതമാരെ ഊട്ടിക്കൊണ്ടിരുന്നാ മാത്രം പോരാ. അങ്കിള് കോപിക്കും. മര്യാദക്ക് കഴിച്ചോ? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, അങ്ങോട്ട് വിളച്ചില് കാണിച്ചാൽ നിന്നെടുത്ത് ആലക്കും പറഞ്ഞേക്കാം. അങ്കിളെന്ന് വിളിച്ച് വാങ്ങട്ടെ. ആരുടെ അത് വിളിപ്പിക്കല്ലേ? അങ്കിള് ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ. മക്കള് കഴിക്ക്. അങ്കിളിന് ബാങ്ക് വരെ ഒന്ന് പോണം. എന്നാ അങ്കിള് വാരി തരട്ടെ. ദേ അങ്കിളെ, ഇന്നൊരു ദിവസത്തേക്ക് ദോശ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഇത് ആവർത്തിക്കരുത്. ഇല്ല. അയ്യടാ, അശുദ്ധങ്ങള്. ഈശ്വരാ, കുട്ടിച്ചേത്തൻ. എന്റെ ഈശ്വരാ, അമ്മേ, ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എടുത്തത്? എടി, ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എടുത്തെന്ന്? ഇങ്ങോട്ട് തോടി. ഹലോ, ഇങ്ങനെ ചൂടാവാതെ. എനിക്ക് സൗന്ദര്യം കൂടുതലുള്ള അസൂയ നിങ്ങൾക്ക്. അയ്യടി, ഒരു സൗന്ദര്യ റാണി വന്നിരിക്കുന്നു. കുറ്റിക്കേറ്റൊന്നും തന്നാലുണ്ടല്ലോ. ഇതിലെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ രണ്ടിനെ ഞാൻ തല്ലിക്കൊല്ലു. നോക്കിക്കോ. എന്റെ ഈശ്വരാ, ആ പപ്പൻ അശോകേട്ടനെ ചെക്ക് കേസിൽ പ്രതിയാക്കി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരുന്നെങ്കിലും എനിക്ക് ഇതുപോലൊരു ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. നിർത്തോ. എന്താ ഇത്? എവിടെ തിരിഞ്ഞാലും കാക്കക്കുട്ടി കല്ലെറിഞ്ഞ മാതിരി.
ഇത് കണ്ടോ അശോകേട്ടാ? ദേ അടുക്കളയിൽ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമെങ്കിൽ ഈ കുട്ടി ദേവാങ്കുളം കൊണ്ട് അശോകേട്ടൻ എങ്ങോട്ടെങ്കിലും പോണം. എനിക്ക് വയ്യ രണ്ടിനെ മേയിച്ച് നടക്കാൻ. കുട്ടു മോളു മക്കള് വാ, നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. എന്ത് വേണേലും വാങ്ങിച്ചു തരാം. വാ വാ വാടി ചേച്ചി. വാ വാ പോവാം. രണ്ടുപേരും വാ. ഒരെണ്ണം വെച്ചെന്നാലുണ്ടല്ലോ ആശങ്ങള്. എന്റെ ഈശ്വര, എന്റെ പൊട്ട് ലിപ്സ്റ്റിക്ക്. അയ്യോ അതെ, നിങ്ങൾ രണ്ടും പോയി മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് വാ. അങ്കിളെ, ആ. അങ്കിൾ എങ്ങനെയാ ഈ ആന്റി സഹിക്കുന്നേ? ഒരു ജീവിതമാകുമ്പോ എന്തെല്ലാം സഹിക്കണം മോനെ. മോൻ പോയിട്ട് വാ. ചെല്. പോയിട്ട് വാ, വെച്ചിട്ടുണ്ട് ഞാൻ. അശോകേട്ടാ അശോകേട്ടാ, അവൻ എന്താ പറഞ്ഞിട്ട് പോയത്? അല്ല പയ്യൻ ചോദിക്കുക നിന്നെ എങ്ങനെയാ സഹിക്കുന്നതെന്ന്. അല്ല പയ്യന് മനസ്സിലായില്ലേ? ആ ഇത് തന്നെ. ആ നീ പൊക്കോ, ആവശ്യമുള്ള വിളിക്കാം. എന്നിട്ട് വന്നാൽ മതി കേട്ടോ. ആ പൊക്കോ. ആ ഹലോ ഹലോ വീട്ടുകാരെ ആരാ അത്? എന്തിനാ കിടന്ന് കൂവുന്നേ? ഇവിടെ നിൽക്കായിരുന്നോ വെള്ളം പിടിച്ചോണ്ട്? അതെ അതെ, എങ്ങോട്ടാ ഈ കെട്ടും പാണ്ടൊക്കെ ആയിട്ട്? ഇതെന്തോ ചോദിച്ചോ, ഒരു ബാഗ്. ബാഗല്ല ബാഗ്. ആയിക്കോട്ടെ. നിങ്ങൾ ആരാ? എന്റെ മോൾ ഒരു വീട് വാങ്ങിയെന്നും അത് ഈ വീടാണെന്നും അവൾ ഇവിടെയാണ് താമസമെന്നും ഫോണിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അയ്യോ തെറ്റി. അയ്യോ തെറ്റിയെന്ന് പറയുന്ന ഒരു പൂവിന്റെ പേരല്ലയോ? അതല്ല, വീട് തെറ്റിന്ന്. അങ്ങനൊന്നും എന്റെ മക്കളെ ഈ രാമോരം മോന് തെറ്റത്തില്ല. എന്നാ മോന് ശരിക്കും അങ്ങനൊന്നും മാമനൊന്ന് പൊക്കേ. മാമനോ? പോവാനല്ലേ പറഞ്ഞത്? നിങ്ങൾ അന്വേഷിക്കുന്ന വീടല്ല. പോ മനുഷ്യ അങ്ങോട്ട്. പോ മനുഷ്യ. പോവാൻ. അപ്പൂപ്പാ. മക്കളെ കൂട്ട് മോള് നീ എന്നിട്ട് പറഞ്ഞു ഇവിടെ ആരുമില്ലെന്നും. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. അത് കഴിഞ്ഞ് എന്നെ തള്ളിയ നിന്ന് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. മക്കളെ അപ്പം വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി സാധനം കൊണ്ടുവന്നു കേട്ടോ. ഐസ്ക്രീം, ലഡു എന്തൊക്കെ വേണം എന്റെ മക്കൾക്ക് കൊണ്ടുവരുന്ന അപ്പൻ. ആ കുട്ടിപ്പട്ടാളത്തിന്റെ കുരിശായല്ലോ. ഇതെല്ലാം കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വാ വാ പെട്ടെന്ന് വാ. നോക്ക് നോക്ക്. മക്കളെ കുട്ടു മോളു അപ്പൂപ്പൻ വന്നത് കണ്ടില്ലോടി മക്കളെ. മക്കളെ മക്കളെ നമുക്ക് താഴോട്ട് പോ. അതേണ്ട വരുന്നത്. അവിടെ ഇരിക്ക. അവിടെ ഇരിക്ക. അവിടെ ഇരിക്ക. ആ കോടാലി ഇതിന് ഇങ്ങോട്ട് കിട്ടിയെടുത്തേ. എന്താ പാടാ പറഞ്ഞ? കുട്ടികളെ, ആ നിൽക്കുന്ന നിങ്ങളുടെ മുത്തശ്ശൻ തന്നെയാണോ? അത് നിങ്ങൾ എന്തിനറിയണം? എന്താണ് നിനക്ക് അങ്ങോട്ടൊരു വിശ്വാസം വരാത്തത് പോലെ? അല്ല, കുട്ടികൾ പിശാചിനെ കണ്ട പോലെ പേടിച്ചോടുന്നോണ്ട് ചോദിച്ചു പോയതാണേ. അതാണ് ഭയഭക്തി ബഹുമാനം. ഞാൻ വിളിച്ചാൽ അവരിവിടെ വരും. അവരെ ഞാനാ അനുസരണ പഠിപ്പിച്ചത്. ഇവിടെ വാ കുഞ്ഞുങ്ങളെ. നല്ല ഭയഭക്തി ബഹുമാനവും അനുസരണേ. അവരെ മര്യാദ പഠിപ്പിക്കാവുന്നു. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പൊന്നമ്പിച്ചേ തന്റെ മടിയും തടിയെ കേട്ട് വരുന്ന രണ്ടും കൂടെ ഈ പിശാചുകൾ കാരണം എനിക്കൂടെ നിൽക്കാൻ പറ്റും തോന്നുന്നു. ഹലോ, ഇങ്ങെണീറ്റ് വാ. പോടാ. നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്താന്ന്? അപ്പൂപ്പനെവിടെ? കുളിക്കാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ അപ്പൂപ്പന് ഇഷ്ടല്ലേ? ഇല്ല, ഞങ്ങളെ എപ്പോഴും വഴക്ക് പറയും. ഞങ്ങളെ കളിക്കാനൊന്നും സമ്മതിക്കില്ല. എപ്പോഴും അടങ്ങിയിരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കും. ആ നിക്ക്
നിക്ക്. അല്ല, കുട്ടുന്റെ മോളുന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലായിരുന്നോ? അത് നിങ്ങൾ എന്തിനാ അറിയണേ? പട്ടാളത്തിലൊന്നുമല്ല, അപ്പൂപ്പൻ ആനപ്പാപ്പനായിരുന്നു. ആനപ്പാപ്പാനോ? ഇരട്ട പേര് എന്താണെന്നറിയോ? എന്താ? കൊലകൊല്ലിന്ന്. ആഹാ, എല്ലാ ദീപാവലിക്കും അപ്പൂപ്പൻ നാട് കിട്ടുവോ? അതെന്തിനാ? പടക്ക ശബ്ദം കേട്ടാ അപ്പൂപ്പന് പേളകും. പട്ടികൾ ഓടുന്ന പോലെ അപ്പൂപ്പന് സ്ഥലം വിടും. നീ എന്തിനാ എന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നേ? ചേടാ, ഇവനാള് കൊള്ളാലോ. ഇവൻ എന്തിനാ എന്നോട് പറഞ്ഞത്? കുട്ടിക്കൊരങ്ങൻ. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. നല്ല ബ്യൂട്ടിഫുൾ പെൺകുട്ടികൾ. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് പരിചയപ്പെട്ട് കളയാം. അയ്യാമീന് കണ്ണുകാരി രണ്ടക 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 അയ്യാരട്ടും പല്ലുകാരി രണ്ടക രണ്ട. ഹലോ, ഒന്ന് നിന്നേ. എങ്ങോട്ടാ? കോളേജിലേക്കായിരിക്കും. അല്ല, സെക്രട്ടേറിയറ്റിലേക്കാ. മാർച്ച് ചെയ്ത് വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി സിന്ദാബാദ് വിളിക്കാൻ ഞാൻ എന്താ. നിങ്ങളുടെ ഈ പെട്ടും പതിനെ കാണുമ്പോ എനിക്കൊന്ന് കോളേജ് ചെന്നാലും തോന്നി പോവുക. എന്താ മക്കളുടെ പേര്? എന്റെ പേര് രാധാമണി. ഇടിക്കാ കേട്ടോ. ആ സർ, ഇത് മായയാ. വന്നല്ലോ വനമാലകൾ. കൂട്ടുകാരികളായിരിക്കല്ലോ. എന്റെ ദൈവമേ, മുട്ടായി ഇല്ലല്ലോ പിള്ളേർക്ക് ഓരോന്ന് കൊടുക്കാൻ. എന്താടി പ്രശ്നം? ഈ വല്യപ്പന് തലയ്ക്ക് ഏതാണ്ട് കുഴപ്പോ. വല്യപ്പനോ? 99 പിന്നെ പൊടിമോനെന്ന് വിളിക്കണോ? 99? വെറും 9 ഈ രാമോരം മോന്. അറിയാവോ? കൊറേ നേരമായി വായ്നോട്ടം തുടങ്ങിയിട്ട്. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പോലീസ് എന്റെ ഫ്രണ്ടാ. പോലീസേ, പോലീസ് ജീപ്പിന് 100 ആയിസ. ഈ കൊച്ചു സുന്ദരി ഇപ്പം പറഞ്ഞ നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളു. നിർത്തടോ. എന്താ ചേച്ചി പ്രശ്നം? ഇയാളെ സാർ പ്രശ്നം. ഞങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. അയ്യേ, പോടാ. നിങ്ങൾ പോയിക്കോ. ഈ ചേട്ടന്റെ കാര്യം ഞാനേറ്റ്. അതെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. റാങ്ക് കിട്ടിയ ഒരു പേര് പിടിച്ചേക്കാവില്ലാന്നോ മാളത്തിലിരിക്കുന്നത്? അതെ, ഇതാരുടെയാണ് ഈ കസേര? എന്റെ കസേരയാ. നടു റോട്ടിലാണോ കസേര ഇട്ടിരിക്കണത്? ഇവിടെ ഇരുന്നാ നല്ല കാറ്റ് കിട്ടും, അതുകൊണ്ടാ സാർ. കാറ്റ് പോകാനും അത് മതി. കസേര എടുക്ക്. ഞാനോ? പിന്നെ ഞാൻ എടുക്കണോ? നുള്ളി ഞാൻ എടുക്കണോ കസേര? വലിയ കസേര കളിക്കാരൻ. അതിന് വണ്ടിയിലോട്ട് കയറിക്കേ. എങ്ങോട്ട് പോവാൻ? നമുക്കൊരു സ്ഥലം വരെ പോണം. എന്തിനു? എടോ, കാറ്റ് കൊള്ളാൻ. പറയുന്ന അങ്ങോട്ട് അനുസരിക്കണോ? വേറെ പോവാലങ്ങോട്ട്. സാർ ഡ്രൈവിംഗ് സീറ്റ്. പിന്നെ ഇവനെ ഞാൻ ശരിയാക്കിയിട്ട് ബാക്കി കാര്യമില്ല.